എൻ്റെ ഒരു വാശിയായിരുന്നു ഒരു മാങ്ങയിൽ എറിഞ്ഞ് വീഴ്ത്തിയിട്ട് വർക്ക് തുടങ്ങുള്ളൂ. അങ്ങനെ കല്ലുകളൊക്കെ പെറുക്കി കൂട്ടി ഏറ് തുടങ്ങി. എവിടെ മാങ്ങ വീഴുന്നു, ഞാൻ ഉരുണ്ട് പിടിച്ച് വീഴാൻ തുടങ്ങി. പക്ഷേ മാങ്ങ അങ്ങോട്ട് വീഴുന്നില്ല. മാങ്ങ ആണെങ്കിൽ ഭയങ്കര വാശിയിൽ നമ്മളുണ്ടോ വിട്ടുകൊടുക്കുന്നു. എറിഞ്ഞങ്ങോട്ട് വീഴ്ത്തി പടപടാന്ന് വീഴാൻ തുടങ്ങി. പടപടാന്ന് വീണിട്ടൊരു 5-6 കിട്ടി അല്ലവിന്. ഇനി അത് കഴിക്കുക, ബാക്കി വർക്കുകൾ ഉഷാറായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ മാങ്ങ അടിപൊളി കേട്ടോ, നല്ല മധുരമാണ്. അതെ, താഴത്ത് വീഴുമ്പോഴേ മണ്ണും ചെളിയൊക്കെ പറ്റുമല്ലോ. അപ്പോൾ രണ്ടെണ്ണം എറിഞ്ഞ് വീഴ്ത്തി കഴിഞ്ഞാൽ അതൊരു സുഖമാണല്ലോ. അതാണ് ഇപ്പോൾ അങ്ങനെ എറിഞ്ഞ് വീഴ്ത്താൻ കാരണം. പണ്ടൊക്കെ എറിഞ്ഞിട്ട് ഒരു മാങ്ങ ഒറ്റ ഏറിനൊരു മാങ്ങ വീഴ്ത്തും എന്നുള്ളൊരു വാശിയുണ്ടായിരുന്നു. മാങ്ങ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു വീക്ക്നെസ്സാണ്. എറിഞ്ഞ് വീഴ്ത്തുക എന്ന് പറഞ്ഞാൽ അതിലും വലിയ ഇൻട്രസ്റ്റാണ്. അങ്ങനെ എറിഞ്ഞെറിഞ്ഞ് വീഴ്ത്തി മാങ്ങ തിന്ന കുട്ടിക്കാലം ഓർമ്മ വരികയാണ് ഇപ്പോൾ. അല്ലെങ്കിൽ മാങ്ങയും ചക്ക ഇഷ്ടമില്ലാത്തവരാരും ഇല്ലല്ലോ. അതുമാത്രമല്ല, ഇത് പ്രകൃതിയുടെ ഒരു സംഭവങ്ങളാണല്ലോ. ഒരു മായമൊന്നും ചേരാത്ത എനിക്ക് കിട്ടിയ ഈ മാങ്ങ കേട്ടോ, കണ്ടോ, അടിപൊളിയല്ലേ. ഓക്കെ, അതിന് നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം കേട്ടോ. നമ്മുടെ വർക്ക് എന്താണെന്ന് നിങ്ങൾ കണ്ടോളൂ. ഓക്കെ, നമ്മുടെ പരിപാടി കേട്ടോ. ചുമരൊക്കെ പെയിൻ്റ് അടിക്കുക, അതിലൊക്കെ ഓരോ ചിത്രങ്ങൾ ഇങ്ങനെ വരയ്ക്കുക. കലാകാരൻ വലിയ വലിയ കലാകാരനാണ് കേട്ടോ, നോക്കണ്ട.